ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഒരു കുട്ടിയെ പരീക്ഷ എഴുതിപ്പിക്കാൻ കൊണ്ടുപോവാണേ. പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നെങ്കിൽ അച്ചൂട്ടൻ അല്ലെങ്കിൽ ലച്ചൂട്ടി. ആർക്കാണ് പരീക്ഷ എന്നൊക്കെ പറയാം കേട്ടോ. പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ മുന്തിരിങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. മുന്തിരിങ്ങയൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിലും വിനാഗിരിയിലും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടേ മുന്തിരിങ്ങയൊക്കെ കഴിക്കാവുള്ളേ. അങ്ങനെ കഴുകിയെടുത്ത മുന്തിരിങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയ മഞ്ഞ കളറുണ്ട്. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് മുന്തിരിങ്ങയൊക്കെ ഉപയോഗിക്കണം കേട്ടോ. എന്തൊക്കെ വിഷങ്ങൾ അടിച്ചു വരുന്നത്. കോഴിക്കോട് വെച്ചിട്ടാണ് എക്സാം. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അച്ചൂട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇറങ്ങുമ്പോ എന്റെ ഷൂ ഒന്ന് കാണിക്കണേ എന്ന്. അച്ചൂട്ടന് പുതിയ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നേ. എങ്ങനെയുണ്ട് ഷൂ എന്നുള്ളത് കമന്റ് ചെയ്തേക്കണേ. നമ്മൾ കോഴിക്കോട് എത്തുമ്പം 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തനി നാടൻ ഊണ് കിട്ടുന്ന കടയിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും ശശിയേട്ടനും ലച്ചുവും ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാഴയിലയില് തനി നാടൻ രുചിയിൽ ഉള്ള ഊണ്. സംഭവം മീൻകറിയും സാമ്പാറൊക്കെ ഒഴിച്ചപ്പോഴാണ് മനസ്സിലായത് കറികൾക്കൊന്നും അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും വിശപ്പിന്റെ വിളിയിൽ ഞങ്ങളെല്ലാം മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അച്ചൂട്ടിനൊരു ഹാഫ് ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എക്സാം സെന്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാം സെന്റർ. കോഴിക്കോടുള്ള കോളേജാണ്. എക്സാം സെന്ററിന്റെ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അല്ലറ ചില്ലറ ചെറിയ എക്സാം ഒന്നുമല്ല, ഇച്ചിരി ഇമ്മിടി വലിയ എക്സാം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരാണ് എക്സാം എഴുതാൻ പോകുന്നതെന്ന് പറയാം. നമ്മുടെ ശശിയേട്ടനാണ്. ശശിയേട്ടനെ എക്സാം സെന്ററിൽ കയറ്റിയിട്ട് ക്യാമ്പസിന്റെ ഫുൾ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ലടാ. നമ്മളെ അവിടെ ഒരു ചെറിയ വിസിറ്റേഴ്സ് റൂമിൽ അങ്ങിരുത്തി. ഞാൻ ആ റൂമിൽ ഇരുന്നോണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇച്ചിരി വീഡിയോ എടുത്ത് കേട്ടോ. ഇതാണ് ആ റൂമിൽ ഇരുന്നാൽ കിട്ടുന്ന ഒരു വ്യൂ. ഇതാണടാ ഒരു കുഞ്ഞു റൂം. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. ക്യാമ്പസിലെ പച്ചപ്പിലൂടെ നടക്കാം, റീല് ചെയ്യാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന നമ്മൾ ആരായി. അങ്ങനെ 2 മണിക്കൂറത്തെ എക്സാമിന് ശേഷം ശശിയേട്ടൻ തിരിച്ചെത്തി. ഇത് എക്സാം സെന്ററിന്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോളേജ്. പഠിക്കാനും പരീക്ഷ എഴുതാനും പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ചെറിയ കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് നമുക്ക് ആവുന്ന കാലത്ത് നേടിയെടുക്കുക, അത്ര തന്നെ. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. ശശിയേട്ടന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല എക്സാം ആയിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ജാം കിട്ടിയിട്ടുണ്ടായിരുന്നേ. ശനിയാഴ്ചയാണ്. വൈകുന്നേരം എല്ലാവരും വീട്ടിലൊക്കെ എത്താനുള്ള ധൃതിയിലായിരിക്കുവേ. എന്ത് പരീക്ഷയായിരുന്നു എഴുതിയിരുന്നൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്കും ഫോളോയും സബ്സ്ക്രിപ്ഷനും ഒക്കെ ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.